അടുത്ത തവണ ജോസ് കെ മാണി LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മോൻസിനെതിരെ ഇവിടെ കടുത്തുരുത്തി മത്സരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ മത്സരിച്ച് ആർക്കാർക്ക് സാധ്യത? 100 നില പൊട്ടിപ്പോവും ജോസ് കെ മാണി. പിന്നെ സ്വന്തം നാട്ടിൽ പോലും വേണ്ടാത്തവർക്ക് ഇവിടെ വേണം. സ്വന്തം നാട്ടിൽ പാലായിൽ വേണ്ട. പിന്നെ എന്നാത്തിനാ ഇവിടെ ഒരു വ്യക്തിത്വം ഉണ്ടോ അവന്? എന്നാന്ന് പറഞ്ഞാലും നേതാവാന്ന് കൊണ്ട് കാര്യമുണ്ടോ? അല്ല ജോസ് കെ മാണിക്ക് പുള്ളിയുടെ കാരണവരാണെങ്കിൽ പക്കാ ഡീസൻ്റ് ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അത് മോൻസ് ജോസഫ് ജയിക്കാനാണ് സാധ്യത. അങ്ങനെ പറയാൻ കാരണം എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലെങ്കിലും മോൻസ് ജോസഫ് ജയിക്കാനാണ് സാധ്യത. ഒരാളെ നമുക്ക് ഫേവർ ചെയ്ത് പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന ആൾ ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലും ഏത് രീതിയിലാണ് ജനങ്ങളാണത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഒരാളുടെ മാത്രം വോയിസ് അല്ല, നമ്മളെല്ലാവരും ചേർന്ന് ഒരു ഇലക്ഷൻ പ്രക്രിയയെ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു സമൂഹത്തിൻ്റെ റോളാണ് അവിടെ തീരുമാനിക്കേണ്ടത്. അപ്പം അതിൽ പ്രത്യേകിച്ച് പറയാനില്ല, നമുക്ക് ഇലക്ഷൻ വരുവാണ്. അപ്പം നിലവിലെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം വരും കാലങ്ങളിൽ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് തെളിയിക്കപ്പെടും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഈ മോൻസേ ജയിക്കുള്ളൂ. എന്താണ് പറയാൻ കാരണം? കാരണം അതാ പുള്ളിയുടെ ഇമേജ് അങ്ങനെയാണ്. എല്ലായിടത്തും മൊത്തം എവിടെ ചെന്നാലും പുള്ളിക്ക് നല്ലൊരു ഇമേജ് ഉണ്ട്. നമ്മുടെ ഈ വാർഡിലാണെങ്കിലും കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ മൊത്തത്തിൽ നല്ലൊരു ഇമേജ് ഉണ്ട്. ജോസ് കെ മാണിക്ക് അത്ര പോരാ. അതറിയാൻ പറ്റിയല്ലോ, രണ്ടുപേരും കുഴപ്പമില്ല, അതുകൊണ്ട് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റിയല്ലോ. പ്രാതിനിധ്യം വെച്ച് നോക്കുമ്പോൾ ഇത്ര നാളത്തെ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനം നോക്കുമ്പോൾ മോൻസിനാണ് ചാൻസ് ഉള്ളത്. കാര്യം പാലായിലെ എല്ലാം കൊണ്ടും പ്രമുഖ വ്യക്തിയാണ് ജോസ് കെ മാണി, പാർട്ടിയുടെ ചെയർമാന് കെ എം മാണി സാറിൻ്റെ മകനെ. എങ്കിൽ പോലും കടുത്തുരുത്തിയെ സംബന്ധിച്ചും കടുത്തുരുത്തി അവർ ഒന്നായി നിന്ന ആൾക്കാരല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിനായിരുന്നു ചാൻസ്, മോൻസിനാണ് ചാൻസ്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ LDF എല്ലാം കൂടെ വന്നപ്പം സ്റ്റീഫൻ ജോർജ് ഒന്നും ജയിച്ചു പോയെന്നേ ഉള്ളൂ. അപ്പോൾ അത് തീർത്ത് നമുക്ക് വിലയിരുത്താൻ നോക്കത്തില്ല സാഹചര്യം. എങ്കിൽ പോലും മുൻതൂക്കം അദ്ദേഹത്തിനാണ് മോൻസ് ജോസഫിനാണ് കാണുന്നത്. കഴിഞ്ഞ തവണ തന്നെ നമ്മൾ വേറൊരാളുടെ സ്റ്റീഫൻ ജോർജ് അല്ലായിരുന്നെങ്കിൽ മോൻസ് നോക്കുമായിരുന്നു. അപ്പോൾ ഇതെനിക്കറിയാൻ മേല. ഇത് ജോസ് കെ മാണി ജയിക്കുള്ളൂ, ഉറപ്പാണ്. അതിനങ്ങനെ പറയാൻ കാരണം ജോസ് കെ മാണിക്ക് അണികൾ കൂടുതലുണ്ട്, ജോസഫിന് അണികളില്ല. അത് വ്യക്തമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരും കട്ടയുള്ള ഒരു കേസാണ്. മോൻസ് മോശമല്ല, മാനസാറിൻ്റെ മാനും മോശമല്ല. മാണി ജയിക്കുകയില്ല, 100% ജയിക്കുകയില്ല. അത് മോൻസ് തന്നെ പറഞ്ഞല്ലോ, മോൻസ് തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ജോസ് കെ മാണിനെ കടുത്തുരുത്തി നിന്ന് മത്സരിച്ചാൽ ജയിക്കുകയില്ല, അത് 100% ഉറപ്പാണ്. അതിനകത്ത് വേരിയസാണ്. അതിനകത്ത് ഈ ജോസ് കെ മാണി ഇവരും ജോസഫ് രണ്ട് രീതിയാണ്, രണ്ട് രീതിയായി. അപ്പോൾ രണ്ട് രീതിയപ്പം മോൻസ് ജോസഫിനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ മണ്ഡലത്തിൽ വന്നേക്കണം. അയാൾ കടുത്തുരുത്തി മണ്ഡലത്തിൽ MP ആയിട്ട് മത്സരിച്ചു. എംഎൽഎറ്റും പുള്ളിയെ മന്ത്രിയായിട്ട് ആയതുകൊണ്ട് അടുത്ത വർഷം നിന്നപ്പം പുള്ളി മന്ത്രിയായിട്ടും വന്നു. പുള്ളിക്കൊരു ഇതുണ്ട്, നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നല്ലതെന്നുള്ളത്. മോൻസ് ജോസഫിന് ഇവിടെ തന്നെ ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു ഇത് കിടപ്പുണ്ട്. മാണി സാറിന് അവിടെ തന്നെ അല്ല, ജോസ് കെ മാണിക്ക് അവിടെ തന്നെ നിൽക്കുമായിരിക്കും ഒന്നും കൂടെ. ചിലപ്പം വന്നു കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യത അവരുടെ അന്നേരത്തെ ആ പ്രവർത്തനങ്ങളുടെ ഇതുപോലെ ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചുകൂടി സാധ്യത മോൻസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ, മിക്കവാറും. അവിടെ ഇവിടെ ഇപ്പം ജോസ് കെ മാണിയെ നിൽക്കുള്ളൂ. MP ആയിട്ട് നിൽക്കുന്ന കാരണം ഇപ്പം പുള്ളി നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇടതുപക്ഷൻ്റെ ആളായതുകൊണ്ടും ജോസ് കെ മാണി ഇവിടെ ചാൻസ് ഉള്ളൂ. ജോസ് കെ മാണി ജയിക്കുമെന്ന് പറയാൻ കാരണം എന്നാ? നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. രണ്ടുപേരും നല്ല മനുഷ്യരാണ്. ഇത്രയും നാൾ മോൻസല്ലേ ജയിച്ചു വരുന്നു. ജയിച്ചു വരുന്നതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അതിനിപ്പോൾ കഴിഞ്ഞ തവണ ജയിച്ചു പോയപ്പോഴത്തേക്ക് ജോസ് കെ മാണിയുടെ ആൾക്കാരെ പിന്നെ ജോസ് കെ മാണിക്ക് അല്ലാതെ മോൻസ് ജോസഫിനെ വോട്ട് ചെയ്ത് അത് പിന്നെ മാറി ഇങ്ങോട്ട് ജയിച്ചാണല്ലോ മുഴുവൻ നടക്കുന്നത്. അത് മോൻസ് തന്നെ ജയിക്കുള്ളൂ. എന്താ പറയുക? അത് മോൻസ് നല്ല പുള്ളി ഒരുവിധം നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ മോൻസിൻ്റെ ആൾക്കാരാണ്, പുള്ളിയോട് പ്രത്യേക താല്പര്യമുള്ള ആൾക്കാരുണ്ട്. കേരള കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള മണ്ഡലമല്ലേ ഇത്? മാണി ഗ്രൂപ്പിനാണെങ്കിൽ അത് വ്യക്തിപരമായിട്ട് വോട്ടുണ്ട് മോൻസിന്. അതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. മോൻസിനാണ് ചാൻസ് കൂടുതൽ. കേരള കോൺഗ്രസിന്റെ മണ്ഡലമല്ലേ ഇത്? മാണി ഗ്രൂപ്പിന്റെ കേരള കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്നു, അത് പണ്ടായിരുന്നു, ഇപ്പോഴല്ല. മോൻസിന് കുറെ സ്വന്തമായിട്ട് ആൾക്കാരുണ്ടോ? മോൻസിന് കുറെ കൂടെ ഒക്കെ ഒരു ഇതുണ്ട്. പറയാൻ പറ്റത്തില്ല. എനിക്ക് അതിനെപ്പറ്റി ഒരു താല്പര്യമില്ല.
പക്ഷേ നമ്മൾ അറിയാൻ പറ്റാരും പറയണം. മോൻസി ജോസഫ് ജയിക്കത്തുള്ളൂ. മോൻസി ജയിക്കത്തുള്ളൂ എന്ന് പറയാൻ കാരണം അങ്ങനെ പ്രവർത്തന രീതി അങ്ങനെയാണ്. അതുകൊണ്ടാണ് പാലായെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം പാലായ എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ മാണി സാറുള്ളപ്പോൾ അവരുടെ കുത്തക മണ്ഡലമാണ്. അല്ല, ജോസ് കെ മാണി കടുത്തുരുത്തി മത്സരിച്ചാൽ കടുത്തുരുത്തിലായാലും അത് പറയാൻ പറ്റില്ല. അത് മോഹൻ ജോസഫിനെ കവച്ചു കൂട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പം അവരുടെ വ്യക്തി അഭിപ്രായം പ്രത്യേകിച്ച് നോക്കി ഇയാൾ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇപ്പം അവർ രണ്ടുപേരും കട്ടക്കട്ട ശാലം കൂടെ മുൻപന്തിയിലെ മോൻസിയെ വരുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.